പുതിയ പോസിറ്റീവായ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനോ അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിനോ കഴിയാതെ മനസ്സെപ്പോഴും വിഷാദാവസ്ഥയിലിരിക്കുകയും എന്നാൽ ജീവിതത്തിൽ മുന്നേറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഭൂതകാലത്തിൽ ജീവിക്കുന്നത് നിർത്തുക. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു ബിസിനസ് ഫെയിലുവർ ആയേക്കാം. നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച ഒരു ജോലി അത് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയേക്കാം. ഒരു പ്രണയനൈരാശ്യമുണ്ടായേക്കാം. ജീവിതത്തിൽ ആരെങ്കിലുമാൽ സാമ്പത്തികമായി കബളിപ്പിക്കപ്പെട്ടേക്കാം. 10-15 വർഷം പഴക്കമുള്ള ഈ സംഭവങ്ങൾ പോലും ഇന്നലെ നടന്നതുപോലെ നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ടെമ്പറൽ ലോബിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ ഓർമ്മകൾ കാരണം ജീവിതത്തിൽ മുന്നേറാനുള്ള നല്ല അവസരങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമാകും. അവസരങ്ങൾ കൺമുന്നിൽ നൃത്തമാടിയാലും അവ തിരിച്ചറിയാനോ പ്രയോജനപ്പെടുത്താനോ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലായിരിക്കും നിങ്ങൾ. പരിഹാരം ഒന്നേ ഉള്ളൂ: ക്ഷമിക്കാൻ പഠിക്കുക. ഈ വിഷാദാവസ്ഥയ്ക്ക് കാരണക്കാരായവർക്ക് മാപ്പ് നൽകുക. അതവർ അറിയണമെന്നില്ല. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, നമ്മുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക. പുതിയ ഓർമ്മകൾ സൃഷ്ടിച്ച് പുതിയ ഊർജത്തോടെ മുന്നേറുക.